കാസർഗോഡ് വരെ പോണം. അതിന്റെ ഒരുക്കത്തിലാട്ടാ. രാവിലെ മുതൽ നിക്കാത്ത മഴയായിന്. ഇനി കാത്തുന്ന ശരിയായില്ല എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ടാ. മഴയെങ്കിലും ടൗണിൽ നല്ല തിരക്കുണ്ട്. ഓണത്തിന്റെ വെഡിങ്ങിന്റെ സീസൺ ആയതുകൊണ്ടായിരിക്കും നല്ല ബ്ലോക്കും കിട്ടീനിട്ടാ. ഞാൻ വന്നിനെന്തിനെന്ന് പറയാൻ മറന്നുപോയി. കാസർഗോഡ് നല്ല സ്റ്റിച്ചിങ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ഫിറോസ് പറഞ്ഞാണ് ബട്ടർഫ്ലൈ. പക്ഷെ ഇവിടെ ഓണത്തിന്റെ സീസൺ ആയിട്ട് മൊത്തത്തിൽ തിരക്കായിരുന്നു. ഫസ്റ്റ് ഓവർലോഡായിട്ട് നോ പറഞ്ഞതാണ്. ലാസ്റ്റ് കൈയും കാലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ലാസ്റ്റ് അവരെടുത്ത്. അങ്ങനെ നേരെ പോയത് ചെമ്പരിക്ക ബീച്ച് പോയ കല്ലുമ്മക്കായി തിന്നത് വന്നാലങ്ങനെ ഇതുവരെ തിന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായി ഇടുത്ത് തന്നെ. അങ്ങനെ കുറച്ച് സമയം ഡയറ്റൊക്കെ മറന്ന് ഞാനും കഴിച്ച്. ഉപ്പിലിട്ടത് കണ്ടെങ്കിൽ കൊതി വരാത്ത പെണ്ണുങ്ങളുണ്ടാ. അങ്ങനെ ഞാനും വാങ്ങിച്ച് 10 രൂപയ്ക്ക് ജെറിയും നെല്ലിക്കും. കുറെ സമയം ബീച്ചിൽ നിന്നിട്ടാ. വരുന്ന സമയത്ത് കണ്ടാണ് മഴയായോണ്ട് തന്നെ കടൽ നല്ല പോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. ഉമ്മ പരന്നൊക്കെ ഇമ്പളെ പറഞ്ഞിന് ബൈക്കണ്ട നേരത്തെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അധിക സമയമൊന്നും കറങ്ങാൻ നിന്നിട്ട് നേരെ പെരക്കേക്ക് വിട്ട്. പെരക്കെത്തുമ്പോഴേക്കും ഏകദേശം ഒരു 5 മണി ആയിട്ടാ. പിന്നെ നോക്കിട്ട് നേരെ ഒരു പർദ്ദ ഇട്ടിട്ട് ജിമ്മിലേക്ക് പോയി. 3rd ഫ്ലോറിലാണ് കേട്ടാ ജിമ്മ്. ഈ പാർക്കിംഗ് കാണുമ്പോ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഉദ്മക്കാർ ഇങ്ങനെയാന്ന്. 4-5 മാസത്തിന് ശേഷം ജിമ്മിൽ റീജോയിൻ ആവുന്നത്. 2 കൊല്ലം മുമ്പ് ഇതേ സ്ഥലത്ത് ഞാൻ വന്നിന് തടി കൂട്ടാൻ വേണ്ടിട്ട്. അന്നിപ്പോ വന്നത് ഞാൻ തടി കുറക്കാൻ വേണ്ടിട്ടാ. എങ്ങനെങ്കിലും 2 മാസം കൊണ്ട് 10 കിലോ കുറക്കണം ടാർഗറ്റിലാണ് വന്നത്. അങ്ങനെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഒരു മെഹന്തി ഒക്കെ എടുത്തിട്ടാ വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ്. ഇത്തത്താന്റെ കൈക്ക് പരീക്ഷിച്ച്. ഞാൻ പറഞ്ഞില്ലേ കസിന്റെ മാരേജ് ഉണ്ട്, അതിനുള്ള പ്രിപ്പറേഷൻ ആണ് കാണുന്നത്. ഈ സാഫ്രോണ് കാശ്മീരിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടാ. കുറെ നാളായി ഫ്രിഡ്ജിൽ. അങ്ങനെ ഒരു പാലെല്ലാം വാങ്ങിച്ചിട്ട് പാലെല്ലാം കലക്കിട്ട് കുടിച്ച്. അപ്പൊ നാളെ കാണാം പുതിയ വീഡിയോയിൽ. ഗുഡ് നൈറ്റ്.